ഇന്ന് നമ്മൾ ലെബ്രഡറൈറ്റ് സ്റ്റോണിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെയിൻബോ ബ്ലൂ മൂൺ സ്റ്റോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് ഈ കാണുന്നത്. ഈ ലെബ്രഡറൈറ്റും മൂൺ സ്റ്റോൺസും രണ്ടും തന്നെ ഫെൽസ്പാർ മിനറൽ ഗ്രൂപ്പിൽ പെടുന്ന സ്റ്റോൺസ് ആണ്. പക്ഷേ ഈ റെയിൻബോ ബ്ലൂ മൂൺ സ്റ്റോൺസ് ശരിക്കുള്ള ബ്ലൂ മൂൺ സ്റ്റോൺസ് പോലെ ഓർത്തോക്ലേസ് ഫെൽസ്പാറിൽ പെട്ടതല്ല. ഈ ബ്ലൂ മൂണിനുള്ള ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനന് പറയുന്നത് അഡിയോളർസെൻസ് എന്നാണ്. അതേസമയം ലെബ്രോഡറൈറ്റിന്റെ ഒപ്റ്റിക്കൽ ഫിനോമിനന് പറയുന്നത് ലെബ്രോഡറസെൻസ് എന്നാണ്. ഈ അഡിയോളർസെൻസും ലെബ്രോഡറസെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂൺ സ്റ്റോണിന്റെ ഈ അഡിയോളർസെൻസിനുള്ളത് ഒരു സോഫ്റ്റ് മിൽക്കി ബ്ലൂയിഷ് ഗ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ അത് ഡയറക്റ്റ്ലി സർഫേസിലായിരിക്കില്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെൽസ്പാർ മിനറൽസിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയിലൂടെ ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഗ്ലോ ആണത്. ഇനി ലെബ്രോഡറൈറ്റിൻ്റെ ലെബ്രോഡറസെൻസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലൂവും ഗ്രീനും ഗോൾഡിന് ചില സമയം വയലറ്റ് കളേഴ്സും ഒക്കെ തന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈ ഗ്ലോയിൻ്റെ റീസൺ ഡിഫറെൻ്റ് ആണ്. അതായത് ഈ സ്റ്റോണിൻ്റെ ഉള്ളിലെ മൈക്രോസ്കോപ്പിക് പ്ലേറ്റ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ ലൈറ്റ് റിഫ്ലക്റ്റും ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇറിഡിസൻസ് എഫക്റ്റാണിത്. ഇനി നമുക്ക് റെയിൻബോ ബ്ലൂ മൂൺ സ്റ്റോണിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും മഡഗാസ്കറും ഓസ്ട്രേലിയയും മെക്സിക്കോയും ഒക്കെയാണ്. അതിൻ്റെ തന്നെ ഇന്ത്യൻ ആണ് ഹൈ ക്വാളിറ്റി റെയിൻബോ മൂൺ സ്റ്റോൺസ് ഉള്ളത്. റെയിൻബോ മൂൺ സ്റ്റോൺസ് ലെബ്രോഡറൈറ്റിൻ്റെ ഫാമിലിയിൽ പെടുന്നതാണെങ്കിലും ഇതിനുള്ളതും അഡിയോളർസെൻസ് പ്രോപ്പർട്ടീസ് ആണ്. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയുന്നതും ഈ അഡിയോളർസെൻസ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് തന്നെയാണ്. അത് കൂടാതെ ഇതിൻ്റെ ക്ലാരിറ്റി, അതായത് നല്ല മൂൺ സ്റ്റോൺസിന് അത്യാവശ്യം നല്ല ഇൻക്ലൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഷൻസ് കാണാം പല രീതിയിൽ. ഇനി റെയിൻബോയിലേക്ക് പ്ലേ ഓഫ് കളേഴ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ബ്ലൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കും. ഇനി ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ കട്ട്, ക്ലാരിറ്റി ആൻഡ് കളർ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ അത് കളർ തന്നെ ഒരു വിവിഡ് ബ്ലൂ ഷീൻസ് ഉള്ള സ്റ്റോൺസ് ആണെങ്കിൽ അത് പ്രീമിയമാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഇൻക്ലൂഷൻസ് ഉണ്ടാവും, പക്ഷേ വളരെ കുറവായിരിക്കും. കട്ടാണെങ്കിൽ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻസ് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ അത് മൂന്നും വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സെമി പ്രഷ്യസ് സ്റ്റോണാണ് വിത്ത് ഇമോഷണൽ ബാലൻസ്, പിന്നെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് പ്ലാസ്റ്റിക് ജ്വല്ലറിക്ക് നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ റോമൻ ടൈംസിൽ ഇത് മൂൺ ഗോഡസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ഫുൾ മൂൺ ഡേയിൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേസമയം ഹിന്ദു മിത്തോളജിയിലാണെങ്കിൽ മൂൺ ബീംസ് കട്ട പിടിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പ്യൂരിറ്റിയും ഗുഡ് ഫോർച്യൂണുമാണ് കൊണ്ടുവരുന്നത്. ഇനി ഒരു ബേർത്ത് സ്റ്റോൺ ആയിട്ട് പറയുകയാണെങ്കിൽ സോഡിയാക് സൈൻ ക്യാൻസറുമായിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ജൂണിൽ ജനിച്ചവർക്കായിട്ടുള്ളത്. എന്നിരുന്നാലും ഇതൊരു ഒഫീഷ്യൽ ജൂൺ ബേർത്ത് സ്റ്റോൺ അല്ല. ഒഫീഷ്യൽ ജൂൺ ബേർത്ത് സ്റ്റോൺസ് അലക്സാൻഡ്രൈറ്റും പേൾസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.